CPM-ൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പിണറായി വിജയനെതിരെ DYFI ഉൾപ്പെടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പിലെ തോൽവി പിണറായി വിജയൻ കാരണക്കാരനാണ്. പിണറായി വിജയൻ്റെ പല പരാമർശങ്ങളും തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയായി. അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും എതിരെയും തുറന്നു പറയാൻ വേണ്ടിയിട്ട് DYFIക്കാർ മുന്നിട്ട് പാലക്കാട് നടന്ന കമ്മിറ്റിയിലാണ് പ്രധാനമായിട്ട് ഇത് എടുത്തു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതേപോലെ അവർ പറയുമ്പം പാർട്ടി നേതൃത്വത്തിനെ ഒന്നടങ്കം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പാർട്ടി നേതൃത്വമാണെന്ന് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു. അതിനു മുമ്പ് CPM നേതാക്കൾ തന്നെ പലരും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പാർട്ടി നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമാണ് തോൽവിക്ക് ഉണ്ടായത് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്ക് CPM-ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാത്തതാണല്ലോ. ആരും നേതൃത്വത്തിനെതിരെ മുൻകൂട്ടി തിരിച്ചടി എങ്ങനെ പറയാതിരിക്കുന്ന ഒരു കാലമായിരുന്നു ഇത്രയും കാലം. പക്ഷെ അവർ ഇപ്പം പാർട്ടി മാറി തുടങ്ങിയോ? എന്താണ് ഉണ്ടാകുന്നത്? തീർച്ചയായും DYFIയുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് സമ്മേളനങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് അവരുടെ ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലാണ് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരെയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യുവാക്കളായ ആളുകൾക്ക് പോലും സ്ഥാനാർത്ഥിത്വം നൽകാതെ മറ്റു ചില UDF-ലെ സ്ഥാനാർത്ഥി നിർണയിച്ചതിനെ കുറിച്ചുള്ള അടക്കം അവരെടുത്തു പറയുന്നത്. UDF യുവാക്കൾ അത് അടക്കമുള്ളവർക്ക് പ്രാമുഖ്യം നൽകിയപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പഴയ ആളുകൾ തന്നെ ഇടം പിടിച്ചു എന്ന തരത്തിൽ അവർ പറയുന്നു. കൂടാതെ കുടുംബാധിപത്യം പാർട്ടിക്ക് തിരിച്ചടിയായി. അതായത് അവർ ഉദ്ദേശിക്കുന്നത് തളിപ്പറമ്പ് പരാജയം, CPM-ന്റെ പൊന്നാവരം കോട്ട, തളിപ്പറമ്പ് ഇന്നേ വരെ തളിപ്പറമ്പിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും വിജയിക്കത്തിടത്ത് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കുന്നു. അവിടെ തളിപ്പറമ്പിൽ ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്ന കമ്മിറ്റിയിലടക്കം വ്യാപകമായ വിമർശനം ഉണ്ടായിട്ടും അതിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ സ്ഥാനാർത്ഥി അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് പ്രവർത്തകർ അംഗീകരിച്ചില്ല എന്നതിന്റെ പരിണിത ഫലമാണ് ഇത് പരാജയമെന്ന് അവർ പറയുന്നു. തൊട്ടപ്പുറത്ത് മട്ടന്നൂരിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയ്ക്ക് 60,000 ഭൂരിപക്ഷം ലഭിച്ചെടുത്ത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജിന് ഇത്തവണ 14,000 മാത്രമാണ് ലഭിച്ചത്. അതായത് പാർട്ടി വോട്ടുകൾ N ബ്ലോക്കായി കോൺഗ്രസിന് പോയി എന്ന് അവർ വിലയിരുത്തുന്നു. പയ്യന്നൂരിലെ തോൽവി, അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് DYFI ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ തുറന്നടിക്കുകയാണ്. നേരത്തെ DYFIക്കകത്ത് അല്ലെങ്കിൽ CPM-നകത്ത് ഇത്തരത്തിൽ ഒരു ചർച്ച ഉണ്ടാകാറില്ല. തീർച്ചയായും പാർട്ടി നേതൃത്വത്തിനെതിരെ ഇത്തരത്തിൽ ഒരു വിമർശനം ആരും തയ്യാറാവില്ല. പക്ഷേ ഇത് പാർട്ടി നേതാക്കന്മാരെ അടക്കം വേദിയിലിരുത്തിയാണ് ഈ തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ കോഴിക്കോട് ജില്ലാ സമ്മേളനവും അതോടൊപ്പം കണ്ണൂർ ജില്ലാ സമ്മേളനമൊക്കെ നടക്കാനിരിക്കുകയാണ്. അവിടങ്ങളിലൊക്കെ രൂക്ഷമായ ഭാഷയിലായിരിക്കും നേതൃത്വത്തിനെതിരെ പ്രതികരിക്കുക ഈ രൂപത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടി തോൽക്കാനുള്ള ഒരു പ്രധാന കാരണം പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ഏകാധിപത്യ പ്രവണതയാണ്. ജനങ്ങളോട് ബന്ധമില്ലാതെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അടിമകളാണ് ജനങ്ങൾ എന്ന തരത്തിലുള്ള ഒരു മനോഭാവം ഭരണത്തിന്റെ അവസാന കാലഘട്ടങ്ങളെല്ലാം നേതാക്കന്മാർക്കുണ്ടായി. അത് പരാജയത്തിന് ഒരു വലിയ കാരണമായി എന്നൊരു വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനുണ്ട്. ഒരു പരിധിവരെ അത് ശരിയാണ്, ഒരു പരിധിവരെയല്ല 100% ശരിയാണ്. കാരണം പക്ഷെ അത് അംഗീകരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല. അത് അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായിരുന്നു. അവർ പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഈ പാർട്ടിക്കാർ തന്നെ വോട്ട് ചെയ്യാത്തൊരവസ്ഥ, പാർട്ടിക്കാർ തന്നെ പിന്നെ വോട്ട് മാറി നിന്നു, CPM-ആയിട്ട് അകന്നുപോയി എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. പാർട്ടിക്കാർ വോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് തളിപ്പറമ്പിൽ CPM തോൽക്കുന്നത്, പയ്യന്നൂരിൽ CPM തോൽക്കുന്നത്, മട്ടന്നൂരിൽ ഭൂരിപക്ഷം കുറയുന്നു, ധർമ്മടത്ത് വലിയ മത്സരം പിണറായി വിജയൻ നേരിടേണ്ടി വരുന്നു, തൊട്ടപ്പുറത്ത് തൃക്കരിപ്പൂരിൽ തോൽക്കുന്നു, ഉദുമയിൽ തോൽക്കുന്നു. ഇങ്ങനെ എല്ലായിടത്തും തോൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം CPM-ന്റെ ആളുകൾ പോലും വോട്ട് ചെയ്തില്ല. കാരണം അത്രത്തോളം അവർ പിണറായി വിജയനെയും പിണറായി വിജയന്റെ ഭരണത്തെയും വെറുത്തു, അല്ലെങ്കിൽ അത് മടുത്തു. ഞങ്ങൾ പാർട്ടിയെ സംരക്ഷിക്കാൻ ഇനി ഇവർ അധികാരത്തിൽ വരരുത് എന്നൊരു ചിന്ത പാർട്ടി പ്രവർത്തകർക്കുണ്ടായി. അതായത് ഇനിയും അധികാരത്തിൽ വന്നാൽ പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി ആകുന്നെങ്കിൽ പാർട്ടി നാമാവിശേഷമാകുന്ന ഒരു ചിന്ത വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരമ്പരാഗതമായി CPM-നും മരുവാൾ ചുറ്റിയ നക്ഷത്രത്തിനും മാത്രം വോട്ട് ചെയ്യുന്ന ആളുകൾ ഇത്തവണ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ പാർട്ടി നേതൃത്വം നിർഭാഗ്യവശാൽ തയ്യാറാകുന്നില്ല. അത് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് അവർ കൊണ്ടുവരില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആകുന്നതിൽ പോലും പലർക്കും നീരസം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായും പാർട്ടി നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന് നീരസമുണ്ട്. പക്ഷേ ആരോട് പറയാനാണ് എന്നാണ് അവർ തന്നെ ചോദിക്കുന്നത്. MA ബേബി അടക്കമുള്ള ദേശീയ സെക്രട്ടറിക്കൊന്നും കാര്യമായ റോളില്ല. ഞാൻ പ്രതിപക്ഷ നേതാവ് ആകാനില്ല എന്ന് പിണറായി പറഞ്ഞാൽ അദ്ദേഹം ആകില്ലല്ലോ. പക്ഷെ
അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് അധികാരത്തിന്റെ പോലീസ് എസ്കോർട്ടോടുകൂടി യാത്ര ചെയ്തെന്നാൽ അത്ര പെട്ടെന്ന് മാറാൻ അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വീണ്ടും പിടിച്ചിരുത്തിയത്. അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി എന്ന രൂപത്തിൽ എം വി ഗോവിന്ദൻ 100% പരാജിതനാണ്, അല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ കീഴിൽ പാർട്ടിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് നേതാക്കന്മാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും തുറന്നടിക്കുന്നു. എന്നാൽ ഇതൊന്നും വകവെക്കാതെ ഈ പാർട്ടി സെക്രട്ടറിയെ മാറ്റാൻ തയ്യാറാകുന്നില്ല. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ടി.പി. രാമകൃഷ്ണനെ മാറ്റുമെന്ന തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ വരുന്നത്. അവിടേക്ക് പി രാജീവിന്റെ എം സ്വരാജിന്റെ പേരൊക്കെ കേൾക്കുന്നു. പക്ഷേ ഈ എം സ്വരാജും പി രാജീവും എന്ന ഒരു ജനകീയ സ്വഭാവമുള്ള നേതാക്കന്മാരല്ല. അവർ എത്തിയിട്ട് എന്ത് കാര്യമെന്നാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന അണികൾ ചോദിക്കുന്നത്. എന്തായാലും CPM ഒരു സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ പാർട്ടി നേതൃത്വ ആളുകൾ തെരുവിൽ ചോദ്യം ചെയ്യുന്നു എന്നൊരു അവസ്ഥ കൂടിയുണ്ട്. ഇതിലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ പിണറായിക്കെതിരെയോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനെതിരെ പാർട്ടി സെക്രട്ടറിക്കെതിരെയൊക്കെ അങ്ങനെ സംസാരിച്ച് തുടങ്ങാൻ കാരണം ഈ പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ഒക്കെ ഈ ശക്തി അല്ലെങ്കിൽ അവരുടെ ആ ഒരു മേധാവിത്വം ക്ഷയിച്ചു തുടങ്ങിക്കൊണ്ടാണ്. അങ്ങനെയാണ് തീർച്ചയായും പഴയ പ്രതാപമൊന്നും പിണറായി വിജയൻ ഇല്ല പാർട്ടിയിൽ എന്ന് കൃത്യമായി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡിവൈഎഫ്ഐയും SFIക്കാരും അടക്കം SFI പ്രവർത്തകരല്ല നേതാക്കന്മാർ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ നേതാക്കന്മാർ വിമർശനം ഉന്നയിക്കുകയും നേരത്തെ പിണറായി വിജയന്റെ ഒരു പ്രതാപകാലത്ത് പിണറായി വിജയനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചാൽ പിന്നെ അദ്ദേഹം പാർട്ടിയിൽ ഭാരവാഹിത്വത്തിൽ ഉണ്ടാവില്ലെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരത്തിൽ ഇനി പിണറായിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പിണറായി ഒരു വെറുക്കപ്പെട്ടവനാണ് എന്ന ഒരു പൊതുബോധം ഡിവൈഎഫ്ഐക്കകത്ത് യുവാക്കൾക്കടക്കം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം സാധാരണക്കാരായ പ്രവർത്തകർ പിണറായി വിജയന്റെ ശൈലിയോട് എതിർപ്പുള്ളവരാണ്. സാധാരണക്കാരായ പ്രവർത്തകന്മാർക്ക് പിണറായി വിജയന്റെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ശൈലി താല്പര്യമില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. അത് മാത്രമല്ല തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അമ്പലപ്പുഴയിൽ G. സുധാകരൻ മത്സരിക്കുമ്പോൾ അവിടെ പിണറായി വിജയനല്ല മറ്റ് VS അച്യുതാനന്ദനോ കോടിയേരി ബാലകൃഷ്ണനോ ആയിരുന്നു ആ പദവിയിൽ ഇരുന്നെങ്കിൽ ഇവരാരും റിബലായി മത്സരിക്കില്ലായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും. ഇത് അവൻ മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ, വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന സ്വരമായിരുന്നു പിണറായി വിജയൻ ഉണ്ടായത്. ആ സ്വരത്തിനുള്ള മറുപടിയാണ് ജനം നൽകിയത്. ഡിവൈഎഫ്ഐക്കാരെ തിരിച്ചറിഞ്ഞത് വളരെ നല്ലതാണ്. പക്ഷേ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മറ്റു ജില്ലാ സമ്മേളനങ്ങളിലടക്കം ഇത്തരം വിമർശനം വരുമ്പോൾ ആ വിമർശനത്തിൽ പാഠം പഠിച്ച് പിണറായി വിജയൻ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞു കൊടുത്താൽ പാർട്ടിക്ക് ഒരു കാരണവശാലും അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കില്ല എന്നതിൽ ഒരു തർക്കവുമില്ല. ഇതിലെ ഇപ്പൊ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു നോക്കണം. കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ എന്തൊരു കഷ്ടകാലാണെന്ന് തോന്നുന്നു. ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് എതിർത്തുകൊണ്ട്, അതായത് മുഖ്യമന്ത്രിയെ VD സതീശനെ എതിർത്തുകൊണ്ട് എണീറ്റ് എന്ന് പറയുന്നത്, പക്ഷെ മുഖ്യമന്ത്രിയെ VD സതീശന് അതിന് നൽകുന്ന മറുപടി പിണറായി വിജയനെ അടിച്ചിരുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. വളരെയേറെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു രീതിയിലാണ് പിണറായി വിജയൻ ഉണ്ടായത് കഴിഞ്ഞ ദിവസം. കാരണം ആ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. VD സതീശൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഓരോന്ന് പറയുന്നു. ഈ മദ്യനയത്തിന്റെ ഒരു പുതിയ സംഭവമായിരുന്നല്ലോ, ഈ വീരം കുറഞ്ഞ് മദ്യം വിൽക്കുന്നതിനെ സംബന്ധിച്ച് അതിന് നികുതി ഏർപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ചർച്ച. അതിനകത്ത് അത് ചെയ്തത് പിണറായി സർക്കാർ ആരംഭിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ VD സതീശൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നില്ലേ ശരിക്കും? തീർച്ചയായും നിയമസഭയ്ക്കകത്ത് പിണറായി വിജയൻ ബിഗ് സീറോ ആണെന്ന് കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ചർച്ചയിൽ വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. കാരണം പിണറായി ഉന്നയിക്കുന്ന വിമർശനത്തിനെല്ലാം മുഖ്യമന്ത്രി VD സതീശൻ അക്കമിട്ട് മറുപടി പറയുമ്പോൾ എന്താണ് ഇനി തനിക്ക് പറയേണ്ടത് എന്ന രൂപത്തിലായിരുന്നു പിണറായി വിജയന്റെ നിൽപ്പ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രായാധിക്യമുണ്ട്. VS അച്യുതാനന്ദൻ ഈ പ്രായത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മാത്രമല്ല നിയമസഭയിൽ അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു വലിയ ടീം VD സതീശൻ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ദയാദാക്ഷിണ്യൊന്നും VD സതീശന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കൃത്യമായി പറയാനുള്ളത് അദ്ദേഹം മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ പോകൂ എന്ന ബോധ്യം പിണറായി വിജയന്റെ. ഇനിയെങ്കിലും അദ്ദേഹം ആ സ്ഥാനം പറയുകയും ചെയ്യും, വേണമെങ്കിൽ ട്രോളുകയും ചെയ്യും. തീർച്ചയായും അതാണ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ടകശേനിയുടെ അപഹാരത്തിലൂടെയാണ് കടന്നു വന്ന് നമുക്ക് ആലങ്കാരികമായി പറയേണ്ടിയിരിക്കുന്നു. പാർട്ടിക്കകത്ത് അദ്ദേഹം ഒറ്റപ്പെടുന്നു, മുന്നണിക്കകത്ത് അദ്ദേഹം ഒറ്റപ്പെടുന്നു. CPI കൃത്യമായി പറഞ്ഞിരിക്കുന്നു പിണറായി വിജയന്റെ ധാർഷ്ട്യം ഇടതല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം, പിണറായി വിജയന്റെ മാത്രം ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകൾ, ഇതെല്ലാം പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്ന് CPI പറയുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിക്കാർ വിമർശനം ഉന്നയിക്കുന്നു. CPMന്റെ ജില്ലാ സെക്രട്ടറി നേതാക്കന്മാർ തന്നെ വിമർശനം, പലരും പേടിച്ചിട്ടാണ് വിമർശിക്കാത്തത്. പക്ഷേ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമല്ല ചാനൽ ചർച്ചകളിൽ വരുന്ന ആളുകൾ അടക്കമുള്ളവർ ഇപ്പോൾ പലരും ചാനൽ ചർച്ചകളിൽ പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വരുന്നില്ല. അതിനൊപ്പമാണ് ED കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ പാവപ്പെട്ട പ്രവർത്തകർ ഇപ്പോൾ ജയിലിലാണ്. പിണറായി വിജയൻ അന്ന് പറഞ്ഞത് പാർട്ടി പ്രതിരോധിക്കും. ഇപ്പോൾ അണികൾ
ചോദിക്കുന്നു, എന്തിനാണ് പാർട്ടി പ്രതിരോധിക്കുന്നത്? പാർട്ടി അംഗം പോലും അല്ലാത്ത പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടി പ്രവർത്തകർക്ക് എന്തിനാണെന്ന് പാർട്ടിക്കാർ തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, ED കേസിൽ ഉൾപ്പെട്ട ചെറുപ്പക്കാർ ജാമ്യം ലഭിക്കാതെ പലരും ജയിലിക്കുള്ളിൽ കഴിയാണ്. എന്ന് ജാമ്യം ലഭിക്കുമെന്നൊരു ചോദ്യം ഇപ്പോഴും നേതാക്കന്മാർ ഉയർത്തുന്നു. അവിടെയാണ് പിണറായി വിജയൻ ഒരു പരാജിതനായി മാറി എന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു കുപ്പിവെള്ളം കൊണ്ടുവന്നത് അതും അടക്കം ചീറ്റിപ്പോയ തീർച്ചയായും കുപ്പിവെള്ളം AISFന്റെ AIF നടത്തിയ സമരത്തിന് നേരെ നടത്തിയ ജലബീരങ്കിയുമായി ബന്ധപ്പെട്ട് ഒരു കുപ്പിവെള്ളം കൊണ്ടുവന്ന് നിയമസഭ വലിയ പ്രസംഗം നടത്തി. പിറ്റേന്ന് മെട്രോ വാർത്തയിൽ എങ്ങനെയാണ് വെള്ളം ശേഖരിച്ചതെന്നൊക്കെ കൃത്യമായ ചിത്രം പ്രസിദ്ധീകരിച്ചതോടുകൂടി അതും ചീറ്റിപ്പോയിരിക്കുന്നു. തൊട്ടതെല്ലാം അദ്ദേഹത്തിന് പിഴയ്ക്കുന്ന ഒരു കാഴ്ച, പിണറായി വിജയന് പിഴയ്ക്കുന്ന ഒരു കാഴ്ച. അത് മാത്രമല്ല, മുമ്പ് പിണറായി വിജയന് റാൻ മൂടി നിൽക്കുന്ന, പിണറായി വിജയൻ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്ന, പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അതിനെ ന്യായീകരിക്കുന്ന, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന നവകേരള യാത്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടൊക്കെ പിണറായി വിജയന് വേണ്ടി ന്യായീകരണ തിലകമണിഞ്ഞ ആളുകൾ, അതേ ഡിവൈഎഫ്ഐക്കാരാണ് ഇന്ന് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ശൈലിയെയും വിമർശിച്ച് രംഗത്ത് വരുന്നത്. പാർട്ടി പ്രവർത്തകർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി മനസ്സിലാകേണ്ടത് പിണറായി വിജയനാണ്. അത് മനസ്സിലായി അദ്ദേഹം സ്വയം സ്ഥാനം ഒഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരത്തിനുള്ള ശേഷി CPM ഉണ്ടാകുമെന്ന് അദ്ദേഹം തിരിച്ചറിയണം. എന്തായാലും ഇനിയുള്ള ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഇതേപോലെ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുമെന്ന് തന്നെയാണ് നമുക്ക് തീർച്ചയായും. ജില്ലാ സമ്മേളനങ്ങളുടെ പ്രതിനിധി സമ്മേളനത്തിലൊക്കെ രൂക്ഷമായ വിമർശനം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ശൈലിക്കെതിരെയും ഉണ്ടാകും. പരാജയത്തിന്റെ കാരണം നോക്കി എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അതിന്റെ ഒറ്റ ഒരാൾ പ്രധാനപ്പെട്ട കാരണക്കാരൻ പിണറായി വിജയനാണെന്ന വിമർശനം തന്നെയാണ് ഡിവൈഎഫ്ഐ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്.